കുംഭമേളയിൽ പങ്കെടുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രയാഗ്രാജിലെത്തി. വിമാനത്താവളത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മന്ത്രിമാരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. തത്സമയം ഇന്നലെ വരെ 13.25 കോടി പേരാണ് പ്രയാഗ്രാജിൽ എത്തിയത്. ഒരുപക്ഷെ ഇന്നു മുതൽ അങ്ങോട്ട് VVIPമാർ അവിടേക്ക് എത്തുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി തത്സമയ ദൃശ്യങ്ങൾ. പ്രയാഗ്രാജിൽ സ്നാനം നടത്തും അദ്ദേഹം ഇന്ന്. ഇനി രാഷ്ട്രപതി വരുന്നുണ്ട്, പ്രധാനമന്ത്രി വരുന്നുണ്ട്, ഉപരാഷ്ട്രപതി വരുന്നുണ്ട്. അങ്ങനെ ഒരുപിടി പ്രമുഖരുടെ നിര പ്രയാഗ്രാജിലേക്ക് വരുന്നുണ്ട്. നിഖിൽ കുമാർ ഒപ്പം ചേരുന്നുണ്ട്. നിഖിൽ കുമാർ, എപ്പോഴാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവിടെ എത്തിയത്? എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, അല്പം മുൻപാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രയാഗ്രാജിലേക്ക് എത്തിയത്. നേരത്തെ 11:15 പ്രയാഗ്രാജിലെത്തും എന്നാണ് അദ്ദേഹം അറിയിച്ചിരുന്നെങ്കിൽ അദ്ദേഹം 12 മണിയോടുകൂടിയാണ് 11:45 അദ്ദേഹം പ്രയാഗ്രാജ് വിമാനത്താവളത്തിൽ എത്തിയത്. അവിടെ നിന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മന്ത്രിസഭയിലെ അംഗങ്ങളും ചേർന്ന് അമിത്ഷായെ സ്വീകരിച്ചു. അവിടെ നിന്ന് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഈ ഒരു കുംഭനഗരിയിൽ എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കുംഭനഗരിയിൽ എത്തിയ അദ്ദേഹം ഇവിടെ ത്രിവേണി സംഗമത്തിലെത്തി. ത്രിവേണി സംഗമത്തിൽ അദ്ദേഹം സ്നാനം നടത്തും. ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തിയ ശേഷം അദ്ദേഹം തൊട്ടടുത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനവും നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ, മുൻപ് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം 11:15 എത്തുന്നു. 11:15 പ്രയാഗ്രാജിൽ എത്തുന്നു. 11:30 ശേഷം അദ്ദേഹം കുംഭനഗരിയിലേക്ക് എത്തും എന്നാണ് നേരത്തെ നമുക്ക് ലഭ്യമായ വിവരം. എന്നാൽ 11:45 അദ്ദേഹം എന്തായാലും അമിത്ഷാ ഈ ഒരു പ്രയാഗ്രാജ് വിമാനത്താവളത്തിൽ എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഈ ഒരു കുംഭനഗരിയിലേക്ക് എത്തും. സംഗമത്തിൽ കനത്ത സുരക്ഷയിലാണ് പ്രയാഗ്രാജ്. അപ്പാടെ 13.25 കോടി പേരാണ് ഇന്നലെ വരെ അവിടെ എത്തിയത്. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം സ്നാനത്തിനായി എത്തും. വിവരങ്ങളാണ് നിഖിൽ കുമാർ നൽകിയത്.